Hi all, welcome to my channel. ഇന്നത്തെ റെസിപ്പി വട്ടലപ്പം. ഇതൊരു ശ്രീലങ്കൻ ഡെസേർട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. ഞാൻ ഇവിടെ ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നാം പാൽ എടുക്കാം. പിന്നെ വേണ്ടുന്നത് ശർക്കര. ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഒരു മുട്ട വേണം. ഹോൾ മസാലാസ് ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്മെഗ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ നട്ട്മെഗ് അല്ലെങ്കിൽ ജാതിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. നമുക്കൊരു മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ശർക്കര ഗ്രേറ്റ് ചെയ്ത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടിച്ച് വെച്ചേക്കുന്ന മസാല അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൗള് അല്ലെങ്കിൽ ഒരു മോൾഡ് എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ നന്നായിട്ട് തടവി കൊടുക്കണം. പിന്നെ ആ ബൗളിലേക്ക് പൊടി മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റീം ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് ഈ പൊടി മിക്സ്ചർ വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കണം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം തുറന്ന് നോക്കാം. ഇപ്പോൾ പൊടി നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആൽമണ്ട്സോ കാഷ്യൂസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ്ഡ് ആൽമണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വട്ടലപ്പം അല്ലെങ്കിൽ കോക്കനട്ട് കസ്റ്റർഡ് പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.